KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മുംബൈയിൽ മേക്ക് ഇൻ ഇന്ത്യ വേദിയിൽ വൻ തീപിടുത്തം, ആളുകളെ ഒഴിപ്പിച്ചു. ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്തു. സുനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് മൊഴി. 10,000ങ്ങളുടെ മഹാസംഗമത്തോടെ സഅദിയ സമ്മേളനത്തിന് പ്രൗഢമായ സമാപനം. അരീക്കോട് മജ്മഅ് 30ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. JNUവിൽ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിനിടെ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം ലഷ്കർ പിന്തുണയോടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഡൽഹി AAPയെ പ്രണയിച്ചതെന്ന് അരവിന്ദ് കെജ്രിവാൾ. വാർത്തകൾ വിശദമായി. മുംബൈയിൽ മേക്ക് ഇൻ ഇന്ത്യ ചടങ്ങ് നടക്കുന്നതിനിടെ വേദിക്ക് തീപിടിച്ചു. വേദിയിൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. സംഭവസ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. തീ അണക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. 25,000-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. വേദിയിൽ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിലുള്ള പരിപാടി കഴിഞ്ഞ ഉടനെയായിരുന്നു തീപിടുത്തം. വേദി പൂർണ്ണമായും തീ വിഴുങ്ങി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ONVയുടെ മരണം മലയാള സാഹിത്യത്തിന് തീരാനഷ്ടമാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ വലിയ തോതിൽ പ്രശംസ പിടിച്ചുപറ്റിയവയാണ്. ONVയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും മോദി ട്വീറ്റ് ചെയ്തു. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ ഡൽഹിയിലെ AKG ഭവന് നേരെ ആക്രമണം. അക്രമികളിൽ ചിലരെ AKG ഭവനിലുണ്ടായിരുന്ന CPM പ്രവർത്തകർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെത്തിയവരാണ് ആക്രമണം നടത്തിയത്. അക്രമികൾ പാർട്ടി ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും പാകിസ്ഥാന്റെ ഓഫീസ് എന്ന് എഴുതുകയും ചെയ്തു. അക്രമികൾ ഓഫീസ് പരിസരത്ത് പാകിസ്ഥാൻ വിരുദ്ധ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഓഫീസിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം. അക്രമികളിൽ ഒരാൾ ആം ആദ്മി സേന എന്ന തൊപ്പി ധരിച്ചിരുന്നു. ആക്രമണം നടത്തിയവരിൽ 2 പേർ രക്ഷപ്പെട്ടു. പോലീസ് പിടികൂടിയ 2 പേരിൽ സുശാന്ത് എന്നയാളെ തിരിച്ചറിഞ്ഞു. അക്രമികൾ BJP പ്രവർത്തകരാണെന്നാണ് പ്രാഥമിക നിഗമനം. സുനന്ദ പുഷ്കറിന്റെ മരണകാരണം അമിതമായ മരുന്നുപയോഗമാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ ശശി തരൂരിന്റെ മൊഴി. ഡൽഹി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ശശി തരൂർ ഇക്കാര്യം പറഞ്ഞത്. ഭാര്യയുടെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായി സംശയിക്കുന്നില്ലെന്നും അദ്ദേഹം മൊഴി നൽകി. ഇന്നലെ വൈകിട്ടാണ് ശശി തരൂരിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 5 മണിക്കൂറോളം നീണ്ടു. സുനന്ദയുടെ മരണം വിഷാംശം ഉള്ളിൽ ചെന്നാണെന്നത് എയിംസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബാസിയും വ്യക്തമാക്കിയിരുന്നു. 2014 ജനുവരിയിലാണ് ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് തരൂരിനെ നേരത്തെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. JNUവിൽ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിനിടെ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം ഉയർന്നത് ലഷ്കർ പിന്തുണയോടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. JNU പ്രതിഷേധം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ വിവാദ പ്രസ്താവനയുമായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു. JNU പ്രതിഷേധത്തിന് പിന്നിൽ ലഷ്കർ തൊയ്ബയുടെ പിന്തുണയുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. JNUവിൽ നടക്കുന്ന രാജ്യദ്രോഹ പ്രതിഷേധത്തിന് പിന്നിൽ ലഷ്കർ നേതാവ് ഹാഫിസ് സയ്യിദിന്റെ കരങ്ങളാണ്. ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ഒരു പ്രവർത്തനം നടത്താനും അനുവദിക്കില്ല. ക്യാമ്പസിൽ പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിംഗ് പറഞ്ഞു. घटना हुई है उसे लश्कर ए तोयबा के चीफ हाफिज सईद का भी समर्थन प्राप्त है. देश को इस हकीकत को भी समझना चाहिए क्योंकि उसने समर्थन किया है लश्कर ए तोयबा के चीफ हाफिज सईद ने. यह भी बहुत ही दुर्भाग्यपूर्ण है. JNUവിലെ നിലവിലെ കേസ് NIAയെ കൊണ്ട് അന്വേഷിക്കുന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനിടയ്ക്കാണ് രാജ്നാഥ് സിംഗിന്റെ വിവാദ പ്രസ്താവന. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി എന്നാരോപിച്ച് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷികം കഴിഞ്ഞ 9-ന് ആചരിച്ചതുമൂലമാണ് JNU വിവാദം തുടങ്ങിയത്. തുടർന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം.
കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഡൽഹി AAPയെ പ്രണയിച്ചത്. വളരെ ആഴത്തിലുള്ളതും ശാശ്വതവുമായ ബന്ധമായിരുന്നു അത്. സാധാരണക്കാരന്റെ പാർട്ടിയെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടുന്ന ആബാലവൃദ്ധം ജനങ്ങളും നെഞ്ചിലേറ്റിയതിന്റെ ആഹ്ലാദം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയിട്ട് ഇന്നത്തേക്ക് 1 വർഷം തികയുകയാണ്. വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് AAP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അധികാരത്തിലേറി ആദ്യ 100 ദിനങ്ങളിൽ സർക്കാർ കൈക്കൊണ്ട നയങ്ങളും പരിപാടികളും പ്രദർശിപ്പിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ജനങ്ങളുമായി സംവദിക്കുന്നതിന് NDMC കൺവെൻഷൻ സെന്ററിൽ പൊതുപരിപാടി നടത്തുകയും ചെയ്യും. ഭരണത്തെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം തേടുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഏതെങ്കിലും മന്ത്രിയെക്കുറിച്ച് മോശം അഭിപ്രായമുണ്ടായാൽ അത് ഗൌരവമായി പരിഗണിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഫോൺ നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. ഏക് സാൽ ബെമിസാൽ അഥവാ താരതമ്യപ്പെടുത്താനാവാത്ത 1 വർഷം എന്ന മുദ്രാവാക്യത്തിലാണ് സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കുന്നത്. AAP ഭരണത്തെക്കുറിച്ചും വാഹനങ്ങളുടെ ഒറ്റയിരട്ട അക്ക ഫോർമുലയെക്കുറിച്ചും ജനങ്ങൾ അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവതി പീഡനത്തിനിരയായി. ജാജർ ജില്ലയിലാണ് സംഭവം. പ്രസവശേഷം ആരോഗ്യനില മോശമായ 22-കാരിയെ ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം ആശുപത്രിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെ കാറിൽ ആശുപത്രിയിലെത്തിയ ഇയാൾ നേരെ ICUവിലേക്ക് പോകുന്നതും കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചുവരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ജാജറിലെ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത മറ്റൊരു ആശുപത്രിയിലും ഇയാൾ കയറിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ICUവിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യുവതി ഒച്ചവെക്കുകയും ഇയാൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നുവത്രേ. പോരാട്ടത്തിനൊടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇറാഖിലെ റമാദിയിൽ നിന്നും വേഷം മാറി രക്ഷപ്പെടാൻ ശ്രമിച്ച IS ഭീകരർ സൈന്യത്തിന്റെ പിടിയിലായി. താടിവടിച്ച് സ്ത്രീവേഷം കെട്ടിയാണ് ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ സൈന്യം നടത്തിയ പരിശോധനയിൽ എല്ലാവരും പിടിയിലായി. ഇറാഖി സൈന്യം നടത്തിയ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ IS ഭീകരർ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ നഗരം വളഞ്ഞ് സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഭീകരർക്ക് പോരാട്ടഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചു. ഇതോടെ IS ഭീകരർ താടിവടിക്കുകയും സ്ത്രീകളെപ്പോലെ വേഷം ധരിക്കുകയുമായിരുന്നു. തുടർന്ന് പർദ്ദ ധരിച്ച് മുഖം മറച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും പിടിക്കപ്പെട്ടുവെന്ന് ഇറാഖ് സൈനിക വക്താവ് വ്യക്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ശൂന്യത മുറ്റിയ മാനസമിൽ പ്രതിരോധ വലയം നാം തീർക്കും. ഉണർത്തുപാട്ടിൻ ഗാഥയുമായി വരും RSC തൻ മുന്നേറ്റം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. സുന്നി മക്കൾക്ക് അഭിവാദ്യം നേരി സംഘബലം ഹൃദ്യം. വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാൻ RSC നയിക്കും സഞ്ജയമിൽ. കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാൻ RSC നയിക്കും സഞ്ജയമിൽ. കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. താജുൽ ഉലമയും നൂറുൽ ഉലമയും പകർന്നു നൽകിയ വിജ്ഞാന സേവന മുന്നേറ്റങ്ങൾക്ക് തുടർച്ചയാകുമെന്ന പ്രഖ്യാപനത്തോടെ 10,000ങ്ങളുടെ മഹാസംഗമം തീർത്ത് ജാമിയ സഅദിയ അറബിയയുടെ 46ാം വാർഷികത്തിന് പ്രൗഢമായ സമാപനം. മുംബൈ നടന്ന പണ്ഡിത മഹത്തുക്കളുടെ ധന്യസ്മരണകൾ നിറഞ്ഞുനിന്ന ആണ്ട് നേർച്ചയും അനുസ്മരണ സമ്മേളനവും വാർഷികാഘോഷത്തിന് ആത്മീയ ധന്യത നൽകി.
ഉന്നത സയ്യിദുമാരുടെയും വിദേശ പ്രതിനിധികളുടെയും പണ്ഡിത ശ്രേഷ്ഠരുടെയും സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വേദിയിൽ 247 യുവ പണ്ഡിതർ സഅദി ഉലമാ ബിരുദം സ്വീകരിച്ച് സേവനരംഗത്തിറങ്ങി. ദക്ഷിണ കർണാടകയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളും ഒന്നായി ദേളി സയദാബാദിൽ സംഗമിക്കുകയായിരുന്നു. 3 ദിനങ്ങളിൽ വിജ്ഞാനം വിതറി നടന്ന വിവിധ സെഷനുകൾക്ക് ശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ സമാപന പരിപാടിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. ഉച്ചയോടെ സയദാബാദ് നിറഞ്ഞു കവിഞ്ഞു. പൊതുസമ്മേളനം തുടങ്ങിയതോടെ മേൽപ്പറമ്പ് മുതൽ ദേളി ജംഗ്ഷൻ വരെ ജനം നിറഞ്ഞൊഴുകി. സഅദിയയുടെ അഭിമാനമായി പണി പൂർത്തിയാക്കിയ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് താജുൽ ഉലമ സൗദത്തിന്റെ ഉദ്ഘാടനവും ആവേശമായി. സമാപന സനദ്ദാന മഹാസമ്മേളനം സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. സഅദിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷ പ്രസംഗം നടത്തി. UAE-യിലെ പ്രമുഖ പ്രബോധകൻ ഡോക്ടർ സെയ്ഫ് റാഷിദ് അൽ ജാബിരി ദുബായ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സനദ്ദാനം നിർവഹിച്ചു. സമസ്ത ട്രഷറർ KP ഹംസ മുസ്ലിയാർ ചിത്താരി സനദ്ദാന പ്രഭാഷണവും നടത്തി. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് മൌലാന മുഫ്തി മഷൂദ് ചെന്നൈ മുഖ്യാതിഥിയായിരുന്നു. 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന ജാമിയ സഅദിയ അറബിയക്ക് അത്യാധുനിക സൌകര്യങ്ങളോടെ പുതിയ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. സഅദിയയുടെ പ്രസിഡന്റായി 40 വർഷം സേവനം ചെയ്ത താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെ സ്മരണയ്ക്കായി അത്യാധുനിക സൌകര്യത്തോടെ നിർമ്മിച്ച അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് താജുൽ ഉലമ സൗദം ഇന്ത്യയുടെ ജോർദാൻ അംബാസഡർ ഡോക്ടർ മാസിൻ അബിൽ അബ്ബാസ് അൽ നായിഫ് അൽ മഷ്ഹൂദ് ഉദ്ഘാടനം ചെയ്തു. 50 ഏക്കറിലേറെ വിസ്തൃതിയിൽ 40ഓളം സ്ഥാപനങ്ങളിലായി വളർന്നു പന്തലിച്ച ജാമിയ സഅദിയ അറബിയയുടെ പ്രധാന ഭരണസിരാ കേന്ദ്രമായിരിക്കും താജുൽ ഉലമ സൗദം. പ്രസിഡൻഷ്യൽ ചേംബർ, സെക്രട്ടേറിയറ്റ്, മിനി കോൺഫറൻസ് ഹാൾ, ഗസ്റ്റ് റൂം, അക്കൌണ്ടിംഗ് സെക്ഷൻ, റിസപ്ഷൻ, HRO, ലോഞ്ച് തുടങ്ങിയ സർവ്വസജ്ജമാണ് താജുൽ ഉലമ സൗദം. ജാമിയ സഅദിയയുടെ സനദ്ദാന സമ്മേളനത്തിന്റെ 2ാം ദിനം നടന്ന മുസ്ലിം ജമാഅത്ത് സമ്മേളനം ജില്ലയുടെയും മുസ്ലിം പിന്നോക്ക വിഭാഗത്തിന്റെയും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെയും ആശങ്കയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതായി. വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ സാമൂഹിക അസമത്വങ്ങളെ നിരാകരിക്കാനാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. സഅദിയ പോലുള്ള സ്ഥാപനങ്ങളിലൂടെ സമീപകാലത്ത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ മാതൃകാപരമാണ്. ലക്ഷദ്വീപ് MP ഫൈസൽ PP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ആത്മീയ ഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ അരീക്കോട് മജ്മഇന്റെ 30ാം വാർഷിക 4ാം സനദ്ദാന സമ്മേളനത്തിന് പ്രൌഢമായ തുടക്കം. 1 വർഷം നീണ്ടുനിന്ന 30 കർമ്മപരിപാടികളുടെ പൂർത്തീകരണമായാണ് സമാപന സമ്മേളനം നടക്കുന്നത്. മജ്മ സിറ്റി സ്ക്വയർ, 30 കിണറുകൾ നിർമ്മിച്ചു നൽകൽ, 30 വിധവകൾക്ക് ആടുവിതരണം, 30 രോഗികളെ ദത്തെടുക്കൽ, മുതഅല്ലിം സ്കോളർഷിപ്പ്, ദഅ്വാ പുരസ്കാരം, മഹല്ലുതല ദഅ്വാ പ്രഭാഷണങ്ങൾ, മെഡിക്കൽ കാർഡ് വിതരണം, ഉലമാ കോൺഫറൻസ്, മുതഅല്ലിം കോൺഫറൻസ്, ഉമറ സമ്മേളനം, മുഅല്ലിം കോൺഫറൻസ്, വിദ്യാർത്ഥി സമ്മേളനം, തലമുറ സംഗമം, ഡോക്യു ഫെസ്റ്റ്, മെഡിക്കൽ ക്യാമ്പ് എന്നീ പരിപാടികൾ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നുവരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, മതപഠന രംഗത്ത് ഒരു വഴിത്തിരിവായിരുന്നു അരീക്കോട് മജ്മഇന്റെ തുടക്കം. ഇന്ന് സുദ്ദിഖിയ ദഅ്വാ കോളേജ് എന്നറിയപ്പെടുന്ന മജ്മ അരീക്കോട് എന്ന് വ്യാപകമായി അറിയപ്പെടുന്ന ഈ സ്ഥാപനം മതവിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഔദ്യോഗികമായി നൽകുന്ന ഒരു സ്ഥാപന ശൃംഖലയുടെ തുടക്കമാണ് ഉണ്ടായത്. ആദ്യ ബാച്ചുകളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ തന്നെ കേരളത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ പുറം മലയാളി സമൂഹത്തിന്റെ മേഖലകളിൽ പൊതുവെയും വലിയ സേവനങ്ങളാണ് അർപ്പിച്ചു വരുന്നത്. പ്രസംഗരംഗത്തും ഗ്രന്ഥരചനാരംഗത്തും മറ്റ് കലാ, സാഹിത്യ, സാമൂഹ്യ മണ്ഡലങ്ങളിലും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിത പ്രതിഭകളുടെ പ്രകടനം ഈ സ്ഥാപനത്തിന്റെ മികവിനെ പുറം ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഇന്ന് രാവിലെ 9 മണിയോടെ KC അബൂബക്കർ ഫൈസി പതാക ഉയർത്തി. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. നാളെ വൈകിട്ട് ആദർശ സമ്മേളനം AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. 16-ന് നടക്കുന്ന സമാപന സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സനദ്ദാനം നിർവഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സനദ്ദാന പ്രഭാഷണം നടത്തും.
യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഭാഗമായി SSF സംസ്ഥാന കമ്മിറ്റി യൂണിറ്റുകളിൽ നടപ്പിലാക്കുന്ന പഠനോത്സവത്തിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം വളാഞ്ചേരി കാരാത്തോട് സൌത്തിൽ നടന്നു. മാരാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് KV ഫഖറുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. 6 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ഹിന്ദി വിഷയങ്ങളിലുള്ള പരീക്ഷാ പരിശീലനമാണ് പഠനോത്സവം. PK അബ്ദുസമദ്, CP കുഞ്ഞീദു, ഷംസുദ്ദീൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. SSF ഓമശ്ശേരി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണവും ആത്മീയ സമ്മേളനവും നാളെ കണിയാർകണ്ടം താജുൽ ഉലമ നഗറിൽ ആരംഭിക്കും. സയ്യിദ് പൂക്കോയത്തങ്ങൾ ആക്കോട് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. SSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സമദ് സഖാഫി മയനാട് ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. മഹല്ല് പ്രസിഡന്റ് TT അബു ഹാജി അധ്യക്ഷത വഹിക്കും. ചൊവ്വാഴ്ച നടക്കുന്ന ആത്മീയ സമ്മേളനം SYS ജില്ലാ വൈസ് പ്രസിഡന്റ് ഷുക്കൂർ സഖാഫി വണ്ണക്കോട് ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സ്വാലിഹ് തുറാബ് സഖാഫി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും. ശേഷം ബുർദ മജ്ലിസും ഇശൽ വിരുന്നും നടക്കും. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ മദ്രസ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമായി ദശദിന വെക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ ആദ്യവാരം മദ്രസാ തലങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ കർമ്മശാസ്ത്ര പഠനം, തജ്വീദ്, ഹിസ്ബ് പരിശീലനം, മോഡൽ ദർസ് അവതരണം, ക്വിസ്, മുഖാമുഖം, സിയാറത്ത് യാത്ര, വിദ്യാർത്ഥി സംഗമം തുടങ്ങിയവ നടക്കും. മാർച്ച് ആദ്യവാരം SJM സംസ്ഥാന കൌൺസിൽ ചേർന്ന് 2016-19 കാലത്തേക്കുള്ള കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. ഈ മാസം 28-ന് കർണാടക സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപം നൽകും. അബു ഹനീഫൽ ഫൈസി നേതൃത്വം നൽകും. യോഗത്തിൽ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. VPM ഫൈസി വില്യാപ്പള്ളി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, കുഞ്ഞലവി ഫൈസി തന്നല തുടങ്ങിയവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുംബൈയിൽ മേക്ക് ഇൻ ഇന്ത്യ വേദിയിൽ വൻ തീപിടുത്തം, ആളുകളെ ഒഴിപ്പിച്ചു. JNUവിൽ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിനിടെ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം ലഷ്കർ പിന്തുണയോടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. 10,000ങ്ങളുടെ മഹാസംഗമത്തോടെ സഅദിയ സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. അരീക്കോട് മജ്മ 30ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്തു. സുനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് മൊഴി. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഡൽഹി AAPയെ പ്രണയിച്ചതെന്ന് അരവിന്ദ് കെജ്രിവാൾ. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.